തെലുങ്കിലെ അതിപ്രശസ്തനായ ഒരു നടനാണ്, ആക്ടറാണ് നന്ദപൂരി ബാലകൃഷ്ണ എന്ന് പറയുന്ന ബാലയ്യ. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാലയ്യ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ രജനീകാന്തിൻ്റെ ആയാലും വിജയുടെ ആയാലും മികച്ച അഭിനയ മുഹൂർത്തം എന്നും പറഞ്ഞുകൊണ്ടല്ല അവരുടെ സിനിമ കാണാൻ പോകുന്നത്. അവരുടെ ആക്ടിങ് സ്റ്റൈൽ മന്നൻ എന്ന് പറയുമല്ലോ. വിജയുടെ കാര്യത്തിലായാലും ആ നോട്ടത്തിലും സ്റ്റൈലിഷ് ലുക്കിലും ഒരു പ്രത്യേക സ്ലാങ് ആ ലെവൽ വെച്ചുകൊണ്ടാണ് അവരെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഈ ബാലയ്യ. ഉള്ളത് പറയണമല്ലോ, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലെ ഊർജം, ഡയലോഗ് പ്രസൻറ്റേഷനിലെ തീവ്രത, മൂർച്ച, അത് തെലുങ്ക് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിതീവ്രമായ രീതിയിൽ തന്നെ ബാലയ്യ പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണ ലെവൽ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും തെലുങ്ക് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് താൻ. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്, ആ രീതി അറിഞ്ഞുകൊണ്ടാണ് തെലുങ്ക് പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുവാനായിട്ടും പോകുന്നത്. മലയാളികളായാലും മറ്റു ഭാഷക്കാരായാലും ആ രീതി അറിഞ്ഞു വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാം. കത്തി എന്ന് പറയുന്ന രീതികൾ മുൻ പറഞ്ഞ നടന്മാരിൽ ഉണ്ടെങ്കിലും അതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടിയ ലെവലിലുള്ള തീവ്ര കത്തികളാണ് ബാലയ്യയുടെ സിനിമകളിൽ വരുന്നുണ്ടെങ്കിലും അതിനെ ആ കഥയുടെ രീതിയിലും അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റുകളും ആ ഒരു ബാലയ്യ ലെവൽ അനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഇപ്പോഴിറങ്ങിയിരിക്കുന്ന ഈ സിനിമകളും. പുതിയ സിനിമയായിട്ടുള്ള അഖണ്ഡ 2 ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുന്നു. എന്തിനേറെ പറയണം, അദ്ദേഹത്തിന് ഇറങ്ങുന്ന സിനിമകളെല്ലാം വലിയ വിജയങ്ങളാകുന്നതിൻ്റെ കാരണം തന്നെ ആ ഒരു ഫോർമാലിറ്റി അദ്ദേഹം വളരെയധികം തൻ്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതാണ് ആ രീതിയിലൂടെ തന്നെ അദ്ദേഹം വലിയ വാഗ്ദത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും നൽകാതെ തന്നെ പ്രേക്ഷകർക്ക് തന്നെ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വിജയം എന്ന് തന്നെ പറയാം. തുടർച്ചയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മികച്ച വിജയമാവുകയും പ്രേക്ഷകർ കൈയടിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ പ്രത്യേക ഒരു തിയേറ്ററിനകത്ത് ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോഴോ അകത്തിരിക്കുമ്പോഴോ വേറൊരു ലോകത്തിലായി പോവും. എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ തന്നെയാണ് പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഖണ്ഡ 2. തമിഴിൽ രജനീകാന്തിൻ്റെ ആ സിനിമകളിലെ ആ കോരിത്തെരിപ്പിക്കുന്ന പല നിമിഷങ്ങളുള്ളതുപോലെ തന്നെ തെലുങ്ക് പ്രേക്ഷകർക്ക് ബാലയ്യയുടെ സിനിമകൾ ഇതുപോലുള്ള കോരിത്തെരിപ്പിക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾ അണിനിരത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും പ്ലാൻ ചെയ്യുന്നതും അത് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതും. പ്രേക്ഷകർ കൈയടിച്ച് ആർത്ത് വിളിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഈ സ്റ്റൈൽ ലെവൽ കൊണ്ട് തന്നെയാണ്. 80കളിൽ തൊട്ട്, അതായത് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന വ്യക്തികൾ പലരും അപ്രതീക്ഷിതമാവുമെങ്കിലും ഇദ്ദേഹം ഇപ്പോഴും ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹത്തിൻ്റെ ഈ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ആ രീതിയിലൂടെ